ശരത്തടാ പറടാ. നമ്മൾ ഈ പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കുമ്പോഴേ നമ്മളെ ഇപ്പോൾ നാട്ടിൽ തന്നെ നോക്കുമ്പോഴത്തേനും നല്ല ഫെസിലിറ്റീസും നല്ല എക്സ്പോഷറൊക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഭയങ്കര ചുരുക്കമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാസ്റ്റ് 2 years ആയിട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറേ കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ബോയ്സും അതുപോലെ തന്നെ ഗേൾസും അതുപോലെ തന്നെ. അപ്പോൾ അവരിപ്പോൾ ജോലി ഇതിൽ വരുമ്പോഴത്തേക്ക് അവരുടെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ലൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഗേൾസ് ബോയ്സ് എന്നുള്ള രീതിയിൽ? എടാ, പാരാമെഡിക്കൽ എന്ന് പറയുന്ന കോഴ്സ് ആദ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു മെഡിക്കൽ MBBS അങ്ങനെയുള്ള BDS BAMS ഇങ്ങനെയുള്ള ഡോക്ടർ ലെവൽ കോഴ്സുകൾ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സസിൽ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഈ BPT അതുപോലെ BOT ഇങ്ങനത്തെ കോഴ്സസൊക്കെ പാരാമെഡിക്കലാണ്. ശരിക്കും അതൊരു കൈൻഡ് ഓഫ് പാരാമെഡിക്കൽ ആണ്. പക്ഷേ എന്നാൽ അതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് എന്നുള്ള രീതിയിൽ വേറെ തരം തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പാരാമെഡിക്കലിനകത്ത് അലൈഡ് ഹെൽത്ത് സയൻസിൽ മേജറായിട്ട് വരുന്നതാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി, അതുപോലെ നമ്മുടെ റേഡിയോളജി, റെനൽ ഡയാലിസിസ്, ഇതൊക്കെയാണ് അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നത്. എന്നാൽ ഇതിലൊന്നും പെടാത്ത കുറച്ച് ഡിഫറെൻറ്റ് പാരാമെഡിക്കൽ പ്രോഗ്രാമുകളാണ് BPT. ഓക്കെ, അതായത് ഈ പറയുന്ന കോഴ്സുകളൊന്നും ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു BPT എന്ന് പറയുന്ന പ്രോഗ്രാം പിന്നെ ഒരു ഡോക്ടർ തന്നെ, ഇപ്പോൾ ഒരു ചെറിയ കേസ് നമുക്ക് എടുക്കാം. ഒരു വ്യക്തി ആക്സിഡൻ്റ് ആയെന്ന് വെച്ചോ. ഓക്കെ, ആ വ്യക്തിയുടെ കാലിൽ നമ്മളൊരു ബോണ് മാറ്റി ഒരു സ്റ്റീൽ റോഡ് വെച്ച് റീപ്ലേസ് ചെയ്തതിന് ശേഷം അയാൾക്ക് ചിലപ്പോൾ പഴയ ഒരു എന്താ പറയുക, ആ ഒരു പഴയ സ്റ്റേറ്റൊന്നും ആയിരിക്കില്ല നടക്കാനൊക്കെ. അപ്പോൾ അവിടെ അയാൾക്കൊരു പഴയ കണ്ടീഷനിലോട്ട് 100% എത്താൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം 90% എത്തിക്കണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയാണ് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കുറച്ച് തെറാപ്പി ടൈപ്പിൽ ഒന്നാണ് BOT, ഓട്ടിസം റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് തെറാപ്പി ചെയ്യുന്നത്. പിന്നെ അതുപോലെയാണ് ഈ BSLP എന്ന് പറയും, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സുകളും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്നാൽ ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ് നഴ്സിംഗ്. അപ്പോൾ ഈ പാരാമെഡിക്കലിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് അശ്വിനെ. പിന്നെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് അശ്വിൻ, എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ലൈക്ക് അതൊരു ഇൻഡിവിജ്വലാണ്, ഒരു കോഴ്സിനോ അങ്ങനെയൊന്നും അല്ല. അത് നിനക്കറിയാമല്ലോ, അതാണ് ഫാക്റ്റ്. അതായത് ഈ പാരാമെഡിക്കൽ പഠിക്കുന്ന കോഴ്സിനൊന്നും അല്ല, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ഇന്ന ആൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ടല്ല അയാൾ ഒരു നല്ല പാക്കേജിൽ ജോബിലെത്തുന്നത്. ഓക്കെ, സോ ആ കോഴ്സ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള റൂട്ട് മാത്രം തന്നെയാണ്. ഓക്കെ, സോ സ്കോപ്പ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ശരിയാണ്, നമ്മൾ കേരളം വിട്ട് പാരാമെഡിക്കൽ പഠിക്കാൻ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന പ്രോഗ്രാം ഒരു മെഡിക്കൽ കോഴ്സാണ്. അപ്പം നമുക്ക് വേണ്ടത് മെഡിക്കൽ എക്സ്പോഷറാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർഡിയാക് ടെക്നോളജി പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ഈ ഹാർട്ട് റിലേറ്റഡ് സർജറി ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ എങ്ങനെയാണ് അവർ ഈ ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങളിൽ കൂടുതൽ ക്ലിനിക്കൽസ് എടുക്കുക? വളരെ കുറവായിരിക്കും. കാരണം നമ്മുടെ പേരൻസ് കൂടുതലും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് കുറഞ്ഞിരിക്കണം ഒന്ന്, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഉണ്ടാവണം. പക്ഷെ അവിടെ ആരും ശ്രദ്ധിക്കാത്ത സംഭവമാണ് എന്ത്, ഈ ഹോസ്പിറ്റൽ ഏതാണ്? കാർഡിയാക് പഠിക്കാൻ പോകുന്ന ഹോസ്പിറ്റലിൽ കാർഡിയാക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? അത് റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ ചില കോളേജസിനാണെങ്കിൽ പിന്നെ OT കോഴ്സ് ഉണ്ടാവും, പക്ഷേ അവർക്ക് ആ OT ഡിപ്പാർട്ട്മെൻറ്റ് പോലും കാണത്തില്ല, ചെറിയൊരു ക്ലിനിക്കായിരിക്കും. സോ അവിടെ നമ്മൾ ബേസിക്കലി നേരത്തെ അശ്വിൻ പറഞ്ഞ രീതിയിൽ ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സ്കോപ്പിൽ ഈ പറഞ്ഞ പോലെ സ്കോപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്കോപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ ഫാക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കേരളത്തിലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം നമ്മൾ LBSൻ്റെ അണ്ടറിലാണ് ഇതിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നത്. അലോട്ട്മെൻറ്റിൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജസിൽ സീറ്റ് കിട്ടുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് നോക്കുക. സോ കേരളത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കേരളം തന്നെയാണ്. കാരണം നമുക്ക് മറ്റുള്ള കോഴ്സുകൾ പോലെ അല്ല, ഇവിടെ നല്ല പേഷ്യൻസ് എക്സ്പോഷർ ഉണ്ട്, കേരളത്തിലെ മെഡിക്കൽ കൾച്ചർ നല്ലതാണ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല പ്രീമിയം ഹോസ്പിറ്റൽസിലൊക്കെ ഒരുവിധം നല്ല മെഡിക്കൽ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, തീരെ മോശമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കേരളത്തിലാണെങ്കിലും നമ്മൾ അലോട്ട്മെൻറ്റിൽ കിട്ടുമ്പോൾ ചെറിയ ഹോസ്പിറ്റലിലാണോ കിട്ടുന്നത്, ക്ലിനിക്കൽസ് ഉള്ള ഹോസ്പിറ്റലാണോ എന്നുള്ള മെയിൻലി നോക്കുക. അല്ലാണ്ട് വലിയ ക്യാമ്പസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി അഡ്മിഷൻ എടുക്കാൻ നിൽക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിനി കേരളം വിട്ടു പോകുമ്പോഴാണ് ഈ അലോട്ട്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് അഡ്മിഷൻസ് കിട്ടുന്നത്. ഓക്കെ, ഈ തമിഴ്നാടാണെങ്കിലും അല്ലെങ്കിൽ ആന്ധ്രയിലാണെങ്കിലും ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും നമുക്ക് കോളേജസ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കുന്ന കോളേജ്, അശ്വിൻ ചോദിച്ച സ്കോപ്പിൽ എത്താൻ വേണ്ടിയിട്ടുള്ള റൂട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, ഓക്കെ, തിരഞ്ഞെടുക്കുന്ന കോളേജും ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലിനിക്കൽ എക്സ്പോഷർ തരുന്ന ഒരു കോളേജ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു നല്ല പ്രൊഫഷനിൽ എത്താൻ പറ്റത്തില്ല. കാരണം എന്താണ്, ക്ലിനിക്കൽ എക്സ്പോഷർ കുറഞ്ഞു. ക്ലിനിക്കൽ എക്സ്പോഷർ കുറഞ്ഞ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജോബിലോട്ട് എത്താൻ പറ്റും? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
എല്ലാ പിള്ളേരും അശ്വിൻ പറഞ്ഞ പോലെ ട്രെൻഡ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നഴ്സിങ്ങും പാരാമെഡിക്കലൊക്കെയാണ് ട്രെൻഡ്. പിന്നെ നാട്ടിലുള്ള പൊതുവെയുള്ള സംസാരം, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ BCom BBA ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഈ പറയുന്ന പാരാമെഡിക്കൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയ്ക്കുള്ള നീഡുണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ഈ പറയുന്ന ഇത്രയും പാരാമെഡിക്കൽ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ എന്ന് പറയും, ലക്ഷക്കണക്കിന് പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. അത്രയും കുട്ടികൾക്ക് സാലറി കൊടുക്കാൻ മാത്രം പൊട്ടൻഷ്യലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി എടുത്താൽ പോലും നമുക്ക് വളരെ കുറവാണ് ഹോസ്പിറ്റൽ. നമ്മൾ വിരലെണ്ണാവുന്ന ഹോസ്പിറ്റൽസേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞാൽ എത്ര വേക്കൻസീസ് വരും. ഈവൻ നമ്മൾ നഴ്സിങ്ങിൻ്റെ അത്രയും വേക്കൻസീസ് പോലും ഒരുപക്ഷെ പാരാമെഡിക്കൽസിന് വരത്തില്ല. വളരെ കുറച്ച് ആൾക്കാർ മതി. ഈ പറയുന്ന കേരളത്തിനകത്ത് വേണ്ട വേക്കൻസീസിൽ എത്താനുള്ള കുട്ടികൾ ഇവിടെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പാരാമെഡിക്കൽ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതിന് മുന്നേ ജോലി സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹൈ സാലറി കിട്ടും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഒരിക്കലും കോഴ്സ് ചൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾ റിയലി പാഷനേറ്റ് ആണ്, എനിക്ക് മെഡിക്കൽ റിലേറ്റഡിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ള ഒരാൾക്ക് പോവാം. ഓക്കെ, പക്ഷെ ചില കുട്ടികളുണ്ട്, ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെർവസ് ആവുകയും തല ഇറങ്ങുകയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും, പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ട്രീം ആയിരിക്കും ഇഷ്ടം. വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഓടി വന്ന് പാരാമെഡിക്കൽ എടുക്കും. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ 60 വയസ്സ് വരെ ജോലിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ലൈഫ് സ്പാൻ്റെ കംപ്ലീറ്റ് വർഷങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കരിയറിൽ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അവിടുത്തെ മെഡിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കാണേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് രീതിയിലുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകാം. അപ്പോൾ അവിടെയൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾ പോയി മെഡിക്കൽ കോഴ്സ് എടുക്കുന്നത് മണ്ടത്തരമാണ്. അവിടെയും അവരെ മെൻറ്റാലിറ്റി എന്താണ്, ഇത് പഠിച്ചാൽ ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇതിനകത്തൊരു സക്സസ് കരിയർ കാണാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അവരെന്തിനോ വേണ്ടിയിട്ട് അവിടെ പോയി, നമ്മുടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടിയിട്ട് പോകുന്നു, എന്തിനോ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അവസാനം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുള്ളത് പോലെ അവർ വാച്ച് നോക്കിയിരിക്കും നമ്മുടെ ഡ്യൂട്ടി എപ്പോൾ കഴിയുമെന്നുള്ളത്. പക്ഷേ ആ കോഴ്സിനോട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആ കോഴ്സ് പഠിക്കണം, പിന്നെ നല്ല കെയറിങ് മൈൻഡുള്ള ആൾക്കാർ, അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. ചെറുപ്പം മുതലേ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ഒബ്സർവ് ചെയ്യും, എനിക്കും ഇതുപോലെ നഴ്സായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഇങ്ങനെയുള്ള മെഷീനറീസ് ഉപയോഗിച്ച് പിന്നെ എക്സ്റേ ഒക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ പാഷനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ച് അത് ഓക്കെയാണ്. അതാണ് ശരിക്കും ഈ പാരാമെഡിക്കലിൻ്റെ കണ്ടീഷൻ. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്കോപ്പ് എന്ന് പറയുന്നതൊക്കെ വളരെ മറ്റുള്ള കോഴ്സുകൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയെയും അതുപോലെ തന്നെ നമ്മുടെ BBA BCom പോലെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസീസ് വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് തന്നെയാണ് ഇത് ട്രെൻഡ് ആവുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും കുട്ടികൾക്ക് ഉള്ള വേക്കൻസീസ് ഇവിടെ ഉണ്ടോ, എത്ര കുട്ടികൾ ഇത് പഠിച്ചിട്ട് ജോബിലോട്ട് എത്തുന്നു എന്നുള്ളത്. ഓക്കെ ബ്രോ, ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ എബ്രോഡൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മൾ പാരാമെഡിക്കലും നഴ്സിംഗൊക്കെ പഠിച്ച കുട്ടികൾക്ക്? അപ്പോൾ നമ്മളിവിടെ ഈ കോഴ്സ് പഠിക്കാൻ എന്താ തെറ്റുന്നതാ? അല്ല, തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് എബ്രോഡ് നല്ല വേക്കൻസീസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എബ്രോഡ് ജോലി കിട്ടുകയാണെങ്കിലും നിങ്ങളെ എങ്ങനെയെങ്കിലും പഠിച്ച് അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എബ്രോഡ് ജോലി കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് പാരാമെഡിക്കൽ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഹോസ്പിറ്റലായിരിക്കണം എന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ OET എന്നൊരു എൻട്രൻസ് ഒക്കെ എഴുതണം. ഈ എൻട്രൻസ് ഒക്കെ ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ എബ്രോഡോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ടെസ്റ്റ് ക്വാളിഫൈ ആവണം. എന്നാലേ നിങ്ങൾക്ക് അവിടെ ജോബ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ചില നല്ല പ്രീമിയം ഹോസ്പിറ്റൽസ് ഒക്കെ ആകുമ്പോൾ അവർ ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് നല്ല ക്വാളിറ്റി ഉള്ള ആളാണെന്നൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ ഹയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ചില ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലേ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 3 year 4 year എക്സ്പീരിയൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല ക്ലിനിക്കൽസ് കിട്ടുന്നിടത്ത് പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എന്നാലല്ലേ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ കിട്ടത്തുള്ളൂ. എന്നാലല്ലേ നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന UK-ലാണെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല ക്ലിനിക്കൽ നോളജ് വേണം, അവരത് നോക്കും. ഇപ്പോൾ നമ്മൾ റെഫറൻസിൽ കയറാനാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് റെഫറൻസ് ഉണ്ട്, ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കയറ്റും. പക്ഷേ അങ്ങനെ റെഫറൻസിൽ നമ്മൾ അവിടെ ജോബിന് എത്തിയാൽ പോലും നമുക്ക് അവിടെ ഷൈൻ ചെയ്യണമല്ലോ, അല്ലേ? നമ്മുടെ കഴിവുകൾ എന്താണെന്നും എന്നും ഒരു പോസ്റ്റിൽ ഇരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ആയിരിക്കും. ഇപ്പോൾ അലൈഡ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ OT അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ആയിരിക്കും. എന്നും അങ്ങനെ ആ പോസ്റ്റിൽ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ അവിടെ നിന്ന് മേലോട്ട് അപ്ഗ്രേഡ് ആവണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് ഞാൻ പറയുന്ന ഈ ക്ലിനിക്കൽസിൻ്റെ ഇമ്പോർട്ടൻസ്.
സിമ്പിളായിട്ട് ഇനി മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു IV ഇടുന്ന കാര്യം തന്നെ നമുക്ക് എടുക്കാം. നിങ്ങളൊരു ചെറിയ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര IV നിങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും? ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ പോട്ടെ ഒരു 20 പേഷ്യൻസ് വരും. അതേ സമയത്ത് ക്ലിനിക്കിൽ കൂടുതലുള്ള ഹോസ്പിറ്റലാണെങ്കിലോ ഇങ്ങനെ മിനിറ്റ് പേഷ്യൻസ് വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുതൽ കിട്ടാണ്. ഞാനൊരു ചെറിയ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 100 IV ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പെർഫെക്ഷനും 10 IV ഇട്ട് ഒരാളുടെ പെർഫെക്ഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇതിൽ കേസ് ടു കേസ് മാറും. ചിലപ്പോൾ വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാർ 10 ഇട്ടാൽ മതി, പ്രാക്ടീസ് ആയിക്കോളും. പക്ഷേ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്രമാത്രം ക്ലിനിക്കൽസ് കിട്ടിക്കൊണ്ടിരിക്കുക അത്രമാത്രം നല്ലതാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന മൾട്ടിപ്പിൾ എക്സ്പോഷർ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പോഷറും കൂടെ കിട്ടുകയാണ്. മനസ്സിലായി? പിന്നെ ഈ ടൈഅപ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ ചില കോളേജുകളൊക്കെ നല്ല രീതിയിൽ ടൈപ്പ് എടുക്കുന്ന ഹോസ്പിറ്റൽസിന് നല്ല ക്ലിനിക്കൽസ് കൊടുക്കും. പക്ഷേ എല്ലാ ഹോസ്പിറ്റൽസും ചിലപ്പോൾ അവരെ തന്നെ കോളേജും കാണും, അവർക്ക് തന്നെ സ്റ്റുഡൻസും കാണും. അപ്പോൾ അവർ കൂടുതൽ പരിഗണന അവർക്ക് കൊടുക്കും. ഈ പുറത്തുനിന്ന് ടൈപ്പ് എടുത്ത് വരുന്ന കുട്ടികൾക്ക് അത്രയും പരിഗണന കൊടുത്തു എന്ന് വരത്തില്ല. അങ്ങനെയുള്ളൊക്കെ ഇഷ്യൂസൊക്കെ വരും. മനസ്സിലായപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്നാമത്തെ കാര്യം ഇഷ്ടമുള്ള ആൾക്കാർ ഈ പാരാമെഡിക്കൽ ഇൻഡസ്ട്രിയിൽ എത്തണമെന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ മെയിൻലി നല്ല ക്ലിനിക്കൽസ് കിട്ടണം. പേരിനൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ബേസിക്കലി +2 കഴിയുമ്പോൾ കുട്ടികൾ കൂടുതലും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനൊക്കെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് കറക്റ്റായിട്ട് ചോദിക്കണം, നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിന് ഏത് ഹോസ്പിറ്റലാണോ ഉള്ളത്, ആ ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നടക്കാറുണ്ട്, അത് വെച്ച് നിങ്ങൾ വിലയിരുത്തണം. ഏത് ഹോസ്പിറ്റലായിരിക്കും എത്ര നല്ല ക്ലിനിക്കൽ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കോളേജ് ആയിരിക്കും, ചിലപ്പോൾ അവർ ആസ്റ്ററിലായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആസ്റ്ററിൻ്റെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ മൾട്ടിപ്പിൾ എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പോളോ എടുക്കാം നമുക്ക്. അതുപോലെ അങ്ങനെ നല്ല നല്ല ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല ഇപ്പം നമ്മുടെ SP ഫോർട്ട് നമുക്ക് അവിടെ ക്ലിനിക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഹോസ്പിറ്റലാണ്. അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, ക്ലിനിക്കുകൾ. അവിടെ പേരിന് ട്രെയിനിങ് തന്നൊരു കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സോ മെഡിക്കൽ ഏത് കോഴ്സ് ആണെങ്കിലും MBBS ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആയിക്കോട്ടെ നഴ്സിംഗ് ആയിക്കോട്ടെ ഏതെടുത്തു കഴിഞ്ഞാലും മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പോഷറുള്ള ഹോസ്പിറ്റലാണോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തരുന്നതെന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ എല്ലാ കോഴ്സുകളിലും ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ദയവ് ചെയ്ത് സാലറി കിട്ടും എബ്രോഡ് പോവാൻ നിങ്ങൾക്ക് അലൈഡ് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എബ്രോഡ് പോയിട്ട് ബിസിനസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യും. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ. ഇപ്പം നമ്മുടെ യൂസഫ് അലി സാറൊക്കെ എന്ത് ഡിഗ്രി പഠിച്ചിട്ടാണ് അവിടെ പോയി ഇത്രയും വലിയ ബിസിനസ്സുകാരനായത്? നമ്മൾ ഇന്ന് 2024 ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പുതിയ ഇന്നോവേഷൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കതിൽ സത്യം പറഞ്ഞാൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അതിന് നമ്മൾ മാർക്കറ്റ് പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എബ്രോഡ് പോകാനായിട്ട് നിങ്ങളൊരു പേരിന് ഈ കോഴ്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു കരിയർ ഇഷ്ടമാണ്, അതിനകത്ത് ജോലി ചെയ്യണം, എനിക്ക് ഹോസ്പിറ്റൽ ആംബിയൻസ് ഇഷ്ടമാണ്, എൻ്റെ ലൈഫ് ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കാൻ റെഡിയാണ്, എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പാരാമെഡിക്കൽ ചൂസ് ചെയ്യാവൂ. അല്ലാതെ ആൾക്കാർ പറയുന്ന വാക്ക് കേട്ടിട്ട് ദയവ് ചെയ്ത് എടുക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾ സ്പോയിൽ ചെയ്യുന്നതിന് തുല്യമാണ്. ഇഷ്ടമില്ലാത്തൊരു ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുന്നത്. വീഡിയോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് ഇതിലോട്ട് വരില്ല, വീഡിയോഗ്രാഫിക്ക് തന്നെ പോകണം. ഓക്കെ, നാട്ടുകാർ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, സമയം നിങ്ങളെ പുച്ഛിക്കുമായിരിക്കും. മിനിറ്റിന് ലക്ഷങ്ങൾ മേടിക്കുന്ന ഒരു വീഡിയോഗ്രാഫർ ആവാനുള്ള കഴിവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം കളഞ്ഞിട്ട് പാരാമെഡിക്കലിലോട്ട് വരാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോട്ട് വരാനോ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പേരൻസ് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ആരും എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം എന്താണോ അത് തന്നെ നിങ്ങൾ ചെയ്യുക. അത് എന്ത് തന്നെയാണെങ്കിലും, എത്ര ചെറിയ ജോബാണെങ്കിലും. ഓക്കെ, ഈവൻ ഒരു ഡ്രൈവർ ആയാൽ പോലും നമ്മൾ ആ ജോബിന് റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലും ഡ്രൈവേഴ്സിന് പോലും റെസ്പെക്ട് ചെയ്യാത്തത്. ഫോറിനിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, അപ്പം വളയം പിടിക്കാൻ ഇഷ്ടമുള്ളവർ അതിൻ്റെ പുറകെ തന്നെ പോകണം. മനസ്സിലായി? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഡ്രൈവ് ചെയ്യുന്നതും അതിന് റിലേറ്റ് ചെയ്ത കോഴ്സുകൾ, ഓട്ടോമൊബൈൽ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് ആരൊക്കെയോ പറയുന്നത് കേട്ട് മെഡിക്കൽ കോഴ്സെങ്കിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗിലെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് എന്താ CMA. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇതിന് സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ചെയ്താണ്. കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫോഴ്സ് ചെയ്ത് അതിൽ കൊണ്ടിരുത്താൻ പാടില്ല. നിങ്ങൾ റിയലി അക്കൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കരിയർ ഉറപ്പിക്കാനുള്ള ഒരു 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാവും. ഞാൻ ഈ പറയുന്ന CMA മോശമൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നല്ലതാണ്. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ചൂസ് ചെയ്യരുത്. അത്ര. ഓക്കെ, അപ്പോൾ ശരത്തേട്ടാ, നമ്മളിപ്പോൾ പാരാമെഡിക്കൽ പഠിച്ചിട്ട് നമ്മളെ സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നാട്ടിലിപ്പോൾ ജോലി ചെയ്യുമ്പോഴും എബ്രോഡ് പോകുമ്പോഴും സ്കെയില് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന പല കരിയർ റിലേറ്റഡ് കോഴ്സുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാരാമെഡിക്കലിന് പൊതുവെ ഇന്ത്യയിൽ സാലറി സ്കെയിൽ കുറവാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ ഹൈ പാക്കേജസ് ഒന്നും കിട്ടത്തില്ല.
ഇനി അത് കിട്ടണമെങ്കിൽ തന്നെ ഏതെങ്കിലും നല്ല പ്രീമിയം ഹോസ്പിറ്റൽസ് ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള പ്രീമിയം ഹോസ്പിറ്റൽസ് കുറവാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരുപാട് പ്രീമിയം ടോപ്പ് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അത്രയും റവന്യൂ ഡെവലപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ കുറവാണ്. അപ്പോൾ ഈ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കുട്ടികൾക്ക് ഹൈ പാക്കേജസ് കിട്ടാനുള്ള ഹോസ്പിറ്റൽസ് കുറവായിരിക്കും. ഓക്കെ, അതൊന്ന്. അപ്പം ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നതുകൊണ്ട് മാക്സിമം ഇവരുടെ ജോബ് സാധ്യത എന്ന് പറയുന്നത് കൂടുതൽ എബ്രോഡ് തന്നെയാണ്. നല്ലൊരു പേ ഔട്ടും പേ സ്കെയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എബ്രോഡോട്ട് മൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇവിടെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് പാക്കേജസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ കേരള PSCയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ മെഡിക്കൽ എക്സാംസുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതി നമ്മൾ കയറി പറ്റേണ്ടി വരും. എന്നാലേ നമുക്ക് കൂടുതൽ ഇന്ത്യയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം മറ്റ് കോഴ്സുകളെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഇപ്പം ബിസിനസ് ഓറിയൻറ്റഡ് കോഴ്സുകളോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സുകളോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ വിട്ടൊന്നും പോകേണ്ട ആവശ്യം പോലും. നമുക്ക് ബാംഗ്ലൂരിൽ തന്നെ ഒരുപാട് പിന്നെ MNCസും കമ്പനീസൊക്കെ കിടക്കുന്നുണ്ട്. സോ അവിടെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസീസ് സാലറി ഉണ്ട്. അതുപോലത്തെ ഒരു പിന്നെ ഓപ്ഷൻസ് ഒന്നും ഈ പാരാമെഡിക്കൽസിനകത്ത് ഇല്ല. സ്ട്രഗ്ലിംഗ് തന്നെയാണ്, അതായത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ ഇനി നമ്മൾ പോകുന്നേ ഉള്ളൂ. കാരണം ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പം നമുക്കിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, എന്താണ് പഠിച്ച ജോബ് കിട്ടത്തില്ല എന്ന്. സോ അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ ഇതിനും വരാം, സത്യം വരാം. അപ്പോൾ അതും ഈ പറഞ്ഞ കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാത്ത കോളേജസ് ഈ പഠിച്ച കുറേ കുട്ടികൾ, ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറേ പിന്നെ പഠിച്ച കുട്ടികളുണ്ട്. അതായത് ഇപ്പം കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോൾ ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയൊക്കെ അത്രയ്ക്ക് ഈസി എന്ന് പറയാൻ പറ്റത്തില്ല. രാജീവ് ഗാന്ധി എന്നല്ല, നമ്മളെ കേരളം ആണെങ്കിലും അങ്ങനെ ഈസി ആയിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റുന്നതല്ല. മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് വന്നാലേ പാസ്സാവത്തുള്ളൂ. ഇപ്പം ഈ പാരാമെഡിക്കലിൽ പഠിക്കുന്ന കുറേ കുട്ടികൾ പാസ്സാവാണ്ട് കിടക്കുന്നുണ്ട്. കാരണം അവിടെ ഇയർ ബാക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല യൂണിവേഴ്സിറ്റീസിലും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. കുറേ കുട്ടികൾ പാസ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി പാസ്സായവരാണെങ്കിലും ജോബ് കിട്ടാനുള്ള സ്ട്രഗിളും ഉണ്ട്. കാരണം അത്രയും ഹോസ്പിറ്റൽസ് ഇല്ല. ചില ആൾക്കാരൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള സാലറിക്ക് വർക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എബ്രോഡ് പോവുക എന്നുള്ള ഓപ്ഷൻ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഗവൺമെൻറ് ടെസ്റ്റേഴ്സൊക്കെ എഴുതണം എന്നുള്ള ഓപ്ഷൻസൊക്കെ ആണെങ്കിലാണ് കൂടുതലും പിന്നെ പാരാമെഡിക്കൽ ആപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാരാമെഡിക്കൽ ആണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനൊരു നെഗറ്റീവായിട്ട് കാണണ്ട, ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ഏത് കോഴ്സ് പഠിച്ചാലും കരിയർ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പോയിന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചാലും ഒരു 100 പേർക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നെങ്കിൽ ആ 100 പേരിൽ നമ്മൾ എത്താൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല നോളജ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഡ്യൂട്ടീസ്, ഇപ്പോൾ ഇതിനകത്തൊക്കെ കൂടുതൽ ക്ലിനിക്കൽസ് ഒക്കെ ആയിരിക്കും. ഈ ക്ലിനിക്കലൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കട്ടടിച്ചിട്ടും ബങ്കടിച്ചിട്ടും പോയി വീട്ടിലിരിക്കാൻ പാടില്ല. മാക്സിമം ക്ലിനിക്കൽസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എത്താൻ പറ്റും. എന്തൊക്കെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് കോഴ്സാണെങ്കിലും നമ്മളൊരു സ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. കാരണം ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. നമ്മളാണെങ്കിലും ഞാൻ പഠിച്ച കോഴ്സാണെങ്കിലും പഠിച്ച സമയത്ത് പലരും പറഞ്ഞത് പിന്നെ ജോബ് കിട്ടാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗാണ് ഞാൻ പഠിച്ചത്, ജോബ് കിട്ടത്തില്ല. ട്രിവാൻഡ്രത്താണെങ്കിൽ എത്ര എയർപോർട്ടുണ്ട്, കേരളത്തിൽ എത്ര എയർപോർട്ടുണ്ട്, ജോബുകൾ കിട്ടത്തില്ല. അപ്പോഴും ആൾക്കാർക്ക് ശരിക്കും ആ കോഴ്സ് എന്താണെന്നൊന്നും പല ആൾക്കാർക്കും ഐഡിയ ഇല്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. അതായത് എനിക്ക് ആ ഒരു പ്രൊഫഷനിൽ എത്തണം, ആ ഒരു ഫീൽഡിൽ എനിക്ക് ഷൈൻ ചെയ്യണം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി പോകുമ്പോൾ ഗ്രാജുവലി നമുക്ക് സാലറിയും ഗ്രോത്ത് ഒക്കെ വന്നു തുടങ്ങും. ഓക്കെ, പക്ഷേ എല്ലാവരോടും പറയാനുള്ളത്, ആരും പറയുന്നത് കേട്ടിട്ട് ചാടി വീണ് കോഴ്സ് എടുക്കരുത്. നിങ്ങളുടെയും കൂടെ ഒരു ആത്മാർത്ഥത അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും അതിനകത്തൊരു കരിയർ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാശ് മോഹിച്ച് കോഴ്സ് ചൂസ് ചെയ്യരുത്. എബ്രോഡ് പോവാം, ലക്ഷങ്ങൾ സാലറി കിട്ടും എന്ന മോഹത്തിലും പാരാമെഡിക്കൽ എടുക്കരുത്. നിങ്ങൾക്ക് റിയലി ഇൻട്രസ്റ്റഡ് ആണ്, എൻ്റെ കരിയർ ഇതിനകത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ മൂവ് ഓൺ. പിന്നെ ചേർത്താട്ടാ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ നഴ്സിംഗ് പഠിക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ INC ഒക്കെ നോക്കൂലേ, അപ്രൂവൽ, അക്രഡേഷൻ, അങ്ങനെയൊക്കെ. നമ്മൾ ഈ പാരാമെഡിക്കൽ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? ഉണ്ട്. പാരാമെഡിക്കലിനകത്തും മേജർ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾക്കൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ലീഗൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ നഴ്സിംഗിന് ഈ പറഞ്ഞ INC നമ്മൾ നോക്കും, അതുപോലെ തന്നെ പഠിക്കുന്ന സ്റ്റേറ്റിൻ്റെ കൗൺസിൽ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിൽ IAP എന്ന് പറയും. ഓക്കെ, നമ്മുടെ BOTക്ക് ആണെങ്കിൽ അയോട്ടോ എന്ന് പറയും, അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഓക്കുപേഷണൽ തെറാപ്പി എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മുടെ BSLPക്കും RCI, അതായത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഇന്ത്യ എന്ന് പറയും. സോ ഇങ്ങനെയുള്ള കുറച്ച് കൗൺസിൽസ് ഉണ്ട്. സോ അതിൻ്റെ പിന്നെ അപ്രൂവൽസ് നമുക്ക് വേണം. സോ അങ്ങനെയുള്ളടത്ത് പഠിച്ചിട്ടൊക്കെ അറിയാം. കാരണം അങ്ങനെയുള്ള അപ്രൂവൽ കൊടുത്തെടുത്താണ് ഈ പറയുന്ന പ്രോപ്പർ ഫെസിലിറ്റി ഉണ്ടാവുക. പിന്നെ ചിലയിടത്തൊക്കെ എല്ലാ ചെറിയ കോളേജിലും ഈ അഫിലിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മെയിൻ തിങ് നിങ്ങൾ മെയിൻലി നോക്കണം. അതായത് അവിടെ ഈ അഫിലിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽസിൻ്റെ എക്സ്പോഷർ നിങ്ങൾ മെയിൻലി നോക്കണം. കൗൺസിൽ മാത്രം ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് കയറി പഠിക്കരുത്.
ഓക്കെ. പിന്നെ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പേരൻസ് നോക്കുന്ന ഒരു കാര്യം ഈ ഫീസ് സ്ട്രക്ചർ. ഇപ്പം കാർഡിയക് ടെക്നോളജി പഠിക്കാൻ നിങ്ങളൊരു ചെറിയ കോളേജിൽ കാർഡിയക് ടെക്നോളജി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയും കാശ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കുട്ടിക്ക് നല്ലൊരു എക്സ്പോഷറിലൊരു പിന്നെ ട്രെയിനിങ് കിട്ടത്തുള്ളൂ. എന്നാലേ ആ കുട്ടിക്ക് നാളെ കരിയറുള്ളൂ. അപ്പം നിങ്ങൾ കാശ് കുറച്ചിട്ട് പിന്നെ അത്രയും ബഡ്ജറ്റ് ഫ്രെയിം ആക്കി കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കോളേജിൽ കൊണ്ടിട്ട് നമ്മൾ ആ കുട്ടിയുടെ കരിയർ നശിപ്പിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ. കാർഡിയൊക്കെ പഠിക്കുക ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ബെസ്റ്റ് ഓപ്ഷനാണ് NH നാരായണ ഹൃദയാലയ. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒക്കെ നടന്ന അവിടെയാണ്. അപ്പോൾ അവിടെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ ബഡ്ജറ്റ് ചിലപ്പോൾ നമുക്ക് താങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ചെറിയ കോളേജിൽ കൊണ്ട് ചേർക്കല്ലേ. അത് ചിലപ്പോൾ പേരൻ്റ് ആയിരിക്കും പുഷ് ചെയ്ത് കാർഡിയൊക്കെ എടുപ്പിക്കുന്നത്. ആ കുട്ടിക്കും താല്പര്യം കാണത്തില്ല. ഇനി അഥവാ അങ്ങനെ പഠിപ്പിച്ചാൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നല്ലൊരു കോളേജ് നോക്കി നല്ല ക്ലിനിക്കൽ കിട്ടുന്നിടം നോക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫാക്റ്റ്. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് കരിയർ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇനി എല്ലാ പേരൻസും ചെയ്യുന്ന ഒരു തെറ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും എല്ലാ പിള്ളേർക്കൊന്നും ഈ പറയുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കുള്ള സീറ്റൊന്നും കേരളത്തിലില്ല. കേരളത്തിന് പുറത്ത് പോകുമ്പോഴും ഇവർ കംഫർട്ട് സോൺ നോക്കും. അതായത് എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ കാരണം കൂടുതലും പാരാമെഡിക്കലിൽ പെൺകുട്ടികളാണ് വരുന്നത്. എൻ്റെ മോള് ട്രിവാൻഡ്രം വിട്ട് പോകണ്ട അല്ലെങ്കിൽ കേരളം വിട്ട് പോകണ്ട, നീ കേരളത്തിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒന്നുകിൽ ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സിന് വിടും, അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് ഇവിടെ സീറ്റില്ലാന്ന് പറയുമ്പോൾ വേറെ ഡിഗ്രിക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിടും. ശരിക്കും അങ്ങനെ നമ്മൾ കുട്ടീൻ്റെ കരിയറിന് ഒരു സൈഡിൽ കൂടെ സ്പോയിലും കൂടെ ചെയ്യുന്നത് അല്ലേ. കാരണം അവർ നോക്കുന്ന കംഫർട്ട് സോൺ. നമ്മുടെ കുടുംബത്തിൽ ബാംഗ്ലൂർ പോയാൽ ആ കുടുംബത്തിന് ചീത്തപ്പേരാവും. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ആ മോൾ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്നുള്ള മെൻറ്റാലിറ്റി. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണെങ്കിലും ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പം ഇവിടെ പഠിച്ചാലും ശരി, രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണി 6 മണിയാവും തിരിച്ചെത്താൻ. ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഏതൊരു കുട്ടിയും എന്ത് ചെയ്യുന്നു ഒരു പേരൻസിന് പെട്ടെന്നൊന്നും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനും പുറത്ത് പഠിച്ച ആളാണ്, വഴി തെറ്റണമെന്നുള്ളവർ എവിടെ പോയാലും വഴി തെറ്റും, രക്ഷപ്പെടണമെന്നുള്ളവർ എവിടെ പോയാലും രക്ഷപ്പെടും. അതിനിപ്പോൾ നമ്മൾ എത്രയൊക്കെ പാരൻറ്റിങ് ചെയ്താലും പിന്നെ നമുക്ക് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പാരൻസ്. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കുക. അവർ വഴി തെറ്റണോ പിന്നെ രക്ഷപ്പെടണോ എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. നമ്മളപ്പോൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മാക്സിമം അവർക്ക് നല്ലൊരു കരിയർ കൊടുക്കുക. അപ്പം അങ്ങനെ നല്ല ഹോസ്പിറ്റലിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ആ കുട്ടിക്ക് കേരളം വിട്ടു പോകണമെന്നാണ് ആഗ്രഹം. കാരണം അവിടെ നമുക്ക് നല്ല ക്ലിനിക്കിൽ കിട്ടുകയുള്ളൂ. ആ കുട്ടി നമ്മൾ അങ്ങോട്ട് വിടുക, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ട് പഠിപ്പിക്കുക. എന്നാൽ ആ കുട്ടിക്ക് ഒരുപക്ഷെ നല്ല ക്ലിനിക്കിൽ കിട്ടുമായിരിക്കും. കാരണം നിലവിൽ ആ 18 വയസ്സ് ആയ കുട്ടി എന്ന് പറയുന്നത് അമ്മേനെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു പിന്നെ 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഈ പേരൻസ് ആ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കണ്ടീഷനിലോട്ട് മാറും. ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് അവരെ ഉത്തരവാദിത്വം കൂടെയാണ്, അല്ലാണ്ട് ഡിപ്പെൻഡായി പോകുന്നതല്ല, ഉത്തരവാദിത്വമാണ്. പേരൻസിനെ കെയർ ചെയ്യേണ്ടവരാണ്. അപ്പം ആ സമയത്ത് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇവരാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു കരിയർ വേണം, എന്നാലേ അവർക്കൊരു പ്രോപ്പർ ഫാമിലി റൺ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷനും കൂടെയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റും കൂടെയാണ് അവരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ട് പഠിപ്പിക്കുക. ഈ കംഫർട്ട്, പൈസ ഉള്ള പേരൻസ് ആണെങ്കിൽ പോലും ഈ കംഫർട്ട്സ് ഒന്ന് നോക്കും. വേണ്ട, ബാംഗ്ലൂർ പോകണ്ട, ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരാവും, അങ്ങോട്ട് വിടണ്ട, അവർ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അത് മാറ്റണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ലെറ്റ് ഇറ്റ് ബി എക്സർവേ. അവരെ രക്ഷപ്പെടുക, നശിക്കരുത്. നമ്മളാരും കുറ്റം പറയത്തില്ലല്ലോ നാളെ. അതായത് പേരൻസിനെ കുറ്റപ്പെടുത്തില്ലല്ലോ, നിന്നെ ഞാൻ വിട്ടില്ല, നിന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിന്നെ അങ്ങോട്ട് അയച്ചിട്ടില്ല, നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റം നമ്മൾ കേൾക്കേണ്ടി വരത്തില്ല. പക്ഷേ അങ്ങനെ വിടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ഉള്ളിൽ പറഞ്ഞില്ലെങ്കിലും കുട്ടികളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും. എന്താണ്, അന്ന് എൻ്റെ പേരൻസ് എന്നെ അത് പഠിപ്പിക്കാൻ അവിടെ വിട്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിലും വലിയൊരു നല്ല നിലയിൽ എത്തിയേനെ എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഓക്കെ. അതായത് ഇന്നത്തെ പേരൻസ്, അന്നത്തെ കുട്ടികളായാലും ഇന്നത്തെ പേരൻസ് ഒരുപാട് പേര് ഇന്ന് ഇരുന്ന് റിഗ്രറ്റ് ചെയ്യുന്നവരുണ്ട്, എൻ്റെ പേരൻസ് എന്നെ വിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ചില പേരൻസ് ഇന്ന് അങ്ങനെ അയക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചിട്ട് ആ കംഫർട്ട് സോണൊക്കെ മാറ്റി വെച്ച് അവർക്ക് നല്ലൊരു കരിയർ കൊടുക്കുക. എന്നാലേ നാളെ അവർക്ക് നല്ല രീതിയിലൊരു ഫാമിലിയൊക്കെ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ പിന്നെ ഈ കോഴ്സ് ചൂസ് ചെയ്യുകയും ഈ പാരാമെഡിക്കലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നോക്കേണ്ടത്. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരേ ഒരു കാര്യം, ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിനക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ പാരാമെഡിക്കൽ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ നമ്മുടെ പേരൻസ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ. ഇനിയെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പേരൻസൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നിനക്കെന്തായാലും ഒരു ഐഡിയ കിട്ടിയല്ലോ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്നും ആർക്കാണ് ഈ കോഴ്സ് എടുക്കേണ്ടതും ആരൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് മാനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.